1986 ഇറങ്ങിയ ദ ഹിച്ചർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂവിയുണ്ട്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ജിം ഹാൽസി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവനായിട്ട് ഒരു ഒറ്റപ്പെട്ട ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്, ഭയങ്കര സ്ലീപ്പിയാണ്. അതിനിടയ്ക്ക് അവനൊരാൾക്ക് ലിഫ്റ്റ് കൊടുക്കേണ്ടി വരികയാണ്. അയാൾ വളരെ ശാന്തനായൊരു മനുഷ്യനായിരുന്നു. കാഴ്ചയ്ക്ക് വലിയ കലാപം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പോകെ ഇയാളോടുള്ള കോൺവെർസേഷൻ പോലും ജിമ്മിന് വളരെ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. പിന്നെ അവൻ റിയലൈസ് ചെയ്യുകയാണ് ഇയാളൊരു സാധാരണക്കാരനല്ല, ഇയാൾ ഭയങ്കര സൈക്കോ ആണ്, ഭയങ്കര ഡേഞ്ചറായ മനുഷ്യനെന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ ഫിയർ തന്നെയാണ്. ഇവന് ഒരിക്കലും ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇയാൾ ഒരിക്കൽ കെണിയിലും വീണ അവസ്ഥയായിരിക്കും. ഇയാൾ വളരെ യാദൃശ്ചികമായിട്ട് പ്രത്യക്ഷപ്പെടും. അതുപോലെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് ഇയാൾ ഡിസപ്പിയർ ആവുക. നിങ്ങൾ എന്തായാലും ഒരു റോഡ് ട്രിപ്പ് ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ എന്തായാലും കണ്ടു നോക്കണം. ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നിങ്ങൾ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും ഇതിൽ വില്ലൻ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. വളരെ ഡിഫറൻ്റ് ആയൊരു ഹൊറർ മൂവിയാണ്. ലൈക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയതിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയൊരു സിനിമയാണ്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സിബ്ലിങ്സ് ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഇവരൊരു ട്രക്ക് കാണും. ആ ട്രക്ക് ഓടിക്കുന്ന ആൾ വളരെ അഗ്രസീവായിട്ടാണ് ട്രക്ക് ഓടിക്കുന്നത്. ആ ട്രക്ക് എവിടെ നിന്നാണ് വന്നു എന്ന് പോലും അവർക്ക് അറിയില്ല. ഓടിക്കുന്ന ആളിലും എന്തൊക്കെയൊരു മിസ്റ്റീരിയസ് ആയ സംഭവം അവർക്ക് ഫീൽ ചെയ്യും. ഇതിനിടയ്ക്ക് ഇവർ ഒരു ഒഴിഞ്ഞ ചർച്ചിൽ വെച്ചിട്ട് ഭയങ്കര ഭീകരമായൊരു സംഭവം കാണുകയാണ്. അതിനുശേഷം പടത്തിൻ്റെ റേഞ്ച് മാറും. അതുവരെ ഒരു നോർമൽ റോഡ് ട്രിപ്പായിട്ട് പോകുന്നൊരു സിനിമ ഒരു ഭീകരമായ ഹൊറർ മൂവിയായിട്ട് മാറും. നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു ഹൊറർ മൂവിയായിട്ട് മാറുകയാണ്. ഈ സിനിമയുടെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്ററിയാണ്. കാരണം ഈ സിനിമയിൽ മിസ്റ്ററി ഇമ്മീഡിയറ്റ് ആയിട്ട് റിവീൽ ചെയ്യില്ല, പതുക്കെ മാത്രമേ റിവീൽ ചെയ്യുള്ളൂ. ലൈക്ക് ഇവരെ ഫോളോ ചെയ്യുന്ന ക്രീച്ചർ അതെന്താണ്, അത് എന്തിനു വേണ്ടിയാണ് ഇവരെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് റിവീൽ ചെയ്യില്ല. നമ്മുടെ മനസ്സിലെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര സസ്പെൻസ് ഉള്ള ഒരു ഈറി വൈബുള്ള റോഡ് ട്രിപ്പ് ഹൊറർ മൂവി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, ഇതിലെ ചില സീൻസ് ഒന്നും നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സൊന്നും പോകില്ല. അതുപോലെ ഈ സിനിമയിലെ വില്ലൻ, ആ ക്രീച്ചർ, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. അതുപോലെ ജീപ്പേഴ്സ് ക്രീപ്പേഴ്സിൻ്റെ 2ാം ഭാഗമുണ്ട്. ഒരിക്കലും ഫസ്റ്റ് പാർട്ടായിട്ട് ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഫസ്റ്റ് പാർട്ട് ഒരു കൾട്ട് ക്ലാസിക് ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടായിരുന്നു. കാരണം ആദ്യ സിനിമയുടെ പേര് കളയാൻ പാടില്ലല്ലോ. സെക്കൻഡ് പാർട്ടും അത്യാവശ്യം ഹൊററാണ്. ലൈക്ക് പക്ഷേ ഇതിൽ ഭയങ്കരമായ മിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി ഈ ക്രീച്ചർ എന്താണെന്നുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു, മനസ്സിലായില്ലേ? സോ ഇതിൽ ഒരു ബാസ്കറ്റ് ബോൾ ടീം ഒരു ബ്രേക്ക് ഡൗൺ ആയ ബസ്സിൽ കുടുങ്ങി പോവുകയാണ്. ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരെ ഈ ക്രീച്ചർ തൂക്കും. പക്ഷേ ഫസ്റ്റ് പാർട്ട് പോലെ ഇതിലത്തെ ക്യാരക്ടേഴ്സൊന്നും അത്ര മെമ്മറബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഈ ക്രീച്ചർ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ പോകില്ല. ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും ഭീകരമായൊരു ഹൊറർ മൂവി അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വാച്ച് ചെയ്യാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൊറർ മൂവി തന്നെയാണ് ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് 2. എന്തായാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 3 സിനിമകളും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.